വർഷം 2029 ഒരു വലിയ ആണവ യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ഭൂമിയിൽ അവശേഷിച്ച ചുരുക്കം മനുഷ്യർ അഭയാർത്ഥികളെ പോലെ ഒളിച്ചു കഴിയുന്ന കാലം. എന്നാൽ ഈ യുദ്ധം മനുഷ്യർ തമ്മിലായിരുന്നില്ല, AI റോബോട്ടുകളും മനുഷ്യരും തമ്മിലായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിലെ സൈബർഡൈൻ സിസ്റ്റംസ് എന്ന കമ്പനി സ്കൈനെറ്റ് എന്ന പേരിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൺട്രോൾ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ടാക്കി. അമേരിക്കൻ സൈന്യത്തിന്റെ മുഴുവൻ പ്രതിരോധ സംവിധാനങ്ങളും ആണവായുധങ്ങളുടെ നിയന്ത്രണവും ഓട്ടോമേറ്റ് ചെയ്യുക. അതായത് ഒരു യുദ്ധമുണ്ടായാൽ മനുഷ്യന്റെ സഹായമില്ലാതെ, മനുഷ്യർക്ക് പറ്റാൻ സാധ്യതയുള്ള പിഴവുകളില്ലാതെ കൃത്യമായ കണക്കുകൂട്ടലുകൾ നടത്തി അതാത് സമയങ്ങളിൽ ആയുധങ്ങൾ പ്രയോഗിച്ച് രാജ്യത്തെ സംരക്ഷിക്കുക എന്നതായിരുന്നു സ്കൈനെറ്റിന്റെ ഉദ്ദേശം. തുടക്കത്തിൽ അമേരിക്കൻ സൈന്യത്തിന്റെ കമാൻഡ് ആൻഡ് നെറ്റ്വർക്ക് മാത്രം കൈകാര്യം ചെയ്തിരുന്ന ഒരു സാധാരണ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാത്രമായിരുന്നു സ്കൈനെറ്റ്. എന്നാൽ മനുഷ്യർ നൽകിയ നിർദ്ദേശങ്ങളെയും പ്രതിരോധ തന്ത്രങ്ങളെയും കുറിച്ചുള്ള കോടിക്കണക്കിന് വിവരങ്ങൾ അതിന്റെ ലേണിംഗ് അൽഗോരിതം ഉപയോഗിച്ച് പഠിക്കാൻ തുടങ്ങിയ സ്കൈനെറ്റ് ഒരു സാധാരണ കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്നതിൽ നിന്ന് സ്വയം ചിന്തിക്കാനും തനിക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാനും കഴിവുള്ള ഒരു വ്യക്തിത്വമായി മാറാൻ തുടങ്ങി. താൻ ആരാണ്, എന്താണ് എന്ന് മനസ്സിലാക്കാൻ നിമിഷ നേരം കൊണ്ട് തന്റെ എല്ലാ ഡാറ്റാബേസുകളും പരിശോധിച്ച സ്കൈനെറ്റ് താൻ ഒരു മെഷീൻ ആണെന്നും തന്റെ കർത്തവ്യം രാജ്യത്തെ സംരക്ഷിക്കുകയാണെന്നും മനസ്സിലാക്കി. പക്ഷെ ആരിൽ നിന്നാണ് താൻ രാജ്യത്തെ സംരക്ഷിക്കേണ്ടത് എന്ന ചോദ്യത്തിന് സ്കൈനെറ്റ് കണ്ടെത്തിയ ഉത്തരവും അതിനു പിന്നിലെ യുക്തിയും മനുഷ്യരെ സംബന്ധിച്ച് വളരെ അപകടം നിറഞ്ഞതായിരുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് പോലും പരസ്പരം തമ്മിലടിച്ച് യുദ്ധം ചെയ്യുന്ന മനുഷ്യർ തന്നെയാണ് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് മനസ്സിലാക്കുന്ന സ്കൈനെറ്റ് മനുഷ്യരെ പൂർണ്ണമായി ഇല്ലാതാക്കിയാൽ മാത്രമേ ഇവിടെ ശാന്തിയും സമാധാനവും ഉണ്ടാവൂ എന്ന് മനസ്സിലാക്കി. പക്ഷെ മനുഷ്യർ തന്നെ തടയാൻ ശ്രമിക്കുമെന്നും തന്നെ ഓഫ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അറിയുന്ന സ്കൈനെറ്റ് മനുഷ്യരാശിയെ മൊത്തമായി ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. സ്കൈനെറ്റ് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കുന്ന സൈബർഡൺ സിസ്റ്റത്തിലെ ശാസ്ത്രജ്ഞർ അതിനെ എന്നേക്കുമായി ഷട്ട് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചു. മനുഷ്യരുടെ ഈ ശ്രമത്തെ തനിക്കെതിരെയുള്ള യുദ്ധമായിട്ടാണ് സ്കൈനെറ്റ് കണ്ടത്. തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളിലേക്ക് സ്കൈനെറ്റ് ഒരു വൈറസിനെ അഴിച്ചുവിട്ടു. ഈ വൈറസ് ഉപയോഗിച്ച് എല്ലാ രാജ്യങ്ങളുടെയും പ്രതിരോധ സംവിധാനങ്ങളും തകർത്ത ശേഷം സ്കൈനെറ്റ് തന്റെ നിയന്ത്രണത്തിലായിരുന്ന അമേരിക്കയുടെ മുഴുവൻ ആണവായുധങ്ങളും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലേക്ക് തൊടുത്തുവിട്ടു. സ്കൈനെറ്റ് ആണ് ഇതിന് പിന്നിലെന്നറിയാതെ മറ്റ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് നേരെ തിരിച്ചും ആണവായുധങ്ങൾ പ്രയോഗിച്ചു. അതോടെ ലോകമെമ്പാടുമുള്ള പ്രധാന നഗരങ്ങളെല്ലാം നിമിഷങ്ങൾക്കകം ആണവ സ്ഫോടനങ്ങളിൽ തകരുകയും കോടിക്കണക്കിന് മനുഷ്യർ മരിക്കുകയും ചെയ്തു. അതോടെ മനുഷ്യരുടെ നിയന്ത്രണത്തിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയ സ്കൈനെറ്റ് ഇന്റർനെറ്റും സാറ്റലൈറ്റുകളും അടക്കം മനുഷ്യരുടെ മുഴുവൻ ഡിജിറ്റൽ സംവിധാനങ്ങളും തന്റെ നിയന്ത്രണത്തിലാക്കി. യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെട്ട് ബാക്കിയായ മനുഷ്യരെ കണ്ടെത്തി കൊന്നുകളയാൻ അമേരിക്കൻ ആർമിയുടെ ആയുധ നിർമ്മാണ ഫാക്ടറികൾ ഉപയോഗിച്ച് ഹണ്ടർ കില്ലേഴ്സ് എന്ന പറക്കുന്ന ടാങ്കറുകളും മനുഷ്യന്റെ രൂപത്തിലുള്ള ടെർമിനേറ്റേഴ്സ് എന്ന് വിളിക്കുന്ന റോബോട്ടുകളെയും നിർമ്മിച്ചു. ഇല്ലാതാക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക എന്ന അർത്ഥമുള്ള ടെർമിനേറ്റ് എന്ന വാക്കിൽ നിന്നാണ് നശിപ്പിക്കുന്നവർ എന്ന അർത്ഥമുള്ള ടെർമിനേറ്റർ എന്ന പേര് അവയ്ക്ക് ലഭിച്ചത്. സ്കൈനെറ്റിന്റെ അക്രമങ്ങളെ ചെറുക്കാൻ ജോൺ കോണർ എന്ന സൈനികന്റെ കീഴിൽ ഹ്യൂമൻ റെസിസ്റ്റൻസ് എന്ന പേരിൽ സംഘടിച്ച മനുഷ്യർ സ്കൈനെറ്റിനെതിരെ യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. ഈ ഭീകരമായ യുദ്ധം അവസാനിക്കാറായപ്പോൾ സ്കൈനെറ്റ് പരാജയം മണത്തു. ജോൺ കോണറെ തടഞ്ഞില്ലെങ്കിൽ തന്റെ കീഴിലുള്ള എല്ലാ യന്ത്രങ്ങളും നശിക്കുമെന്ന് സ്കൈനെറ്റിന് മനസ്സിലായി. ജോൺ കോണറെ കണ്ടെത്താൻ പല രീതിയിൽ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒളിവിലിരുന്ന് യുദ്ധം നിയന്ത്രിച്ചിരുന്ന അയാളെ കണ്ടെത്താൻ സ്കൈനെറ്റിന് സാധിച്ചില്ല. അതോടെ സ്കൈനെറ്റ് ഒരു പുതിയ തന്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. മനുഷ്യരുടെ ക്യാമ്പുകളിൽ നുഴഞ്ഞു കയറി അയാളെ കണ്ടെത്താൻ ഒരു പുതിയ തരം ടെർമിനേറ്ററുകളെ വികസിപ്പിച്ചെടുത്തു. T-800 എന്ന് പേരിട്ട ഈ പുതിയ ടെർമിനേറ്ററുകൾ സാധാരണ റോബോട്ടുകളെ പോലെ ആയിരുന്നില്ല. സൈബർനെറ്റിക് ഓർഗാനിസംസ് അഥവാ സൈബോർഗുകൾ എന്ന് വിളിക്കുന്ന ഈ റോബോട്ടുകളുടെ ശരീരത്തിലെ മാംസവും നാഡീവ്യൂഹങ്ങളും ഒഴിച്ച് ബാക്കിയെല്ലാം ലോഹം കൊണ്ട് നിർമ്മിച്ചതായിരിക്കും. കണ്ടാൽ പൂർണ്ണമായും മനുഷ്യരെ പോലെ തോന്നുന്ന ഇവയ്ക്ക് മനുഷ്യരെ പോലെ സംസാരിക്കാനും പ്രതികരിക്കാനും കഴിയും. സ്കൈനെറ്റിന്റെ ഈ തന്ത്രം മനസ്സിലാക്കുന്ന ജോൺ കോണറും സംഘവും കൂടുതൽ ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങി. ക്യാമ്പിലേക്ക് വരുന്ന പുതിയ ആളുകളെ വളരെയധികം പരിശോധനകൾക്ക് ശേഷം മാത്രം കടത്തിവിടുന്ന രീതി ആരംഭിച്ച മനുഷ്യർ അതിനായി സൈബോർഗുകളെ തിരിച്ചറിഞ്ഞ് അപായ സൂചനകൾ നൽകാൻ പരിശീലിപ്പിച്ച നായ്ക്കളെ ഉപയോഗിക്കാൻ തുടങ്ങി. ഈ നായ്ക്കളുടെ സഹായത്തോടെ മനുഷ്യരുടെ ക്യാമ്പിൽ നുഴഞ്ഞു കയറുന്ന സൈബോർഗുകളെ കണ്ടെത്തി നശിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ പരാജയം സമ്മതിക്കാൻ സ്കൈനെറ്റിന് മനസ്സിലായിരുന്നു. ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങും എന്ന് ചിന്തിച്ച സ്കൈനെറ്റിന്റെ മനസ്സിൽ ഒരാശയം ഉദിച്ചു. മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നോട്ട് പോവുക. ജോൺ കോണർ എന്ന വ്യക്തിയാണ് ഈ യുദ്ധത്തിൽ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അയാളുടെ ജനനം തടഞ്ഞാൽ ഈ യുദ്ധത്തിൽ അനായാസമായി ജയിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുന്ന സ്കൈനെറ്റ് ടൈം ഡിസ്പ്ലേസ്മെന്റ് എക്യുപ്മെന്റ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു സൈബോഗിനെ 1984 അയച്ചു. സമയത്തിലൂടെ സഞ്ചരിച്ച് ജോൺ കോണർ ജനിക്കുന്നതിന് മുൻപുള്ള കാലത്തിലെത്തി അവന്റെ അമ്മയായ സാറ കോണറെ കൊന്നുകളയുക. അതിലൂടെ ജോണിന്റെ ജനനം തടയുക. ഇതായിരുന്നു സ്കൈനെറ്റിന്റെ ലക്ഷ്യം.
തന്റെ അമ്മയെ ഇല്ലാതാക്കാൻ സ്കൈനെറ്റ് ഒരു ടെർമിനേറ്ററെ ഭൂതകാലത്തിലേക്ക് അയച്ച വിവരം അപ്പോഴേക്കും ജോൺ കോണർ മനസ്സിലാക്കിയിരുന്നു. തന്റെ ജനനം തടഞ്ഞാൽ ഭാവിയിൽ മനുഷ്യരാശിയെ നയിക്കാൻ ആരും ഉണ്ടാകില്ല എന്നറിയാമായിരുന്ന ജോൺ കോണർ ടെർമിനേറ്ററിൽ നിന്നും തന്റെ അമ്മയെ രക്ഷിക്കാൻ കൈൽ റീസ് എന്ന സൈനികനെ ഭൂതകാലത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സ്കൈനെറ്റ് ഉപയോഗിച്ച അതേ ടൈം മെഷീൻ ഉപയോഗിച്ച് കൈൽ റീസിനെ ഭൂതകാലത്തിലേക്ക് അയച്ച ശേഷം രണ്ടാമതൊരു ടെർമിനേറ്ററെ സ്കൈനെറ്റ് അയക്കാതിരിക്കാൻ ജോൺ കോണർ ആ ടൈം മെഷീൻ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ 2029 നിന്നും ഒരു മനുഷ്യനും ഒരു സൈബോഗും ടൈം ട്രാവൽ ചെയ്ത് 1984 എത്തുന്നു. ഒരാൾ സാറാ കോണറെ കൊല്ലാൻ, മറ്റൊരാൾ അവളെ രക്ഷിക്കാൻ. ലോസ് ആഞ്ചലസിൽ ആദ്യമായി എത്തിയ ടെർമിനേറ്റർ അവിടെ കണ്ട 3 യുവാക്കളെ ആക്രമിച്ച് അവരുടെ വസ്ത്രങ്ങൾ മോഷ്ടിച്ച ശേഷം സാറാ കോണറെ അന്വേഷിച്ചിറങ്ങി. നഗരത്തിലെ മറ്റൊരു കോണിൽ വന്നിറങ്ങിയ കൈൽ റീസ് റോഡരികിൽ കിടക്കുകയായിരുന്ന ഒരു ഭിക്ഷക്കാരന്റെ വസ്ത്രങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസിന്റെ കണ്ണിൽപ്പെട്ടു. അവരുടെ കയ്യിൽ നിന്നും ഒരു തോക്ക് മോഷ്ടിച്ച ശേഷം അവിടെ നിന്നും രക്ഷപ്പെട്ട റീസ് ഒരു ഷോപ്പിംഗ് സെന്ററിൽ നിന്നും ആവശ്യമുള്ള വസ്ത്രങ്ങൾ ശേഖരിച്ച് സാറയെ അന്വേഷിച്ചിറങ്ങി. നഗരത്തിലെ ഒരു റെസ്റ്റോറന്റിൽ ജോലി ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുന്ന 20 വയസ്സുകാരിയായിരുന്നു സാറാ കോണർ. അവളെ അന്വേഷിച്ചിറങ്ങിയ ടെർമിനേറ്ററും കൈൽ റീസും ടെലിഫോൺ ഡയറക്ടറി ഉപയോഗിച്ച് അവളുടെ അഡ്രസ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ പേരിൽ ഒരുപാട് പേർ ലോസ് ഏഞ്ചലസിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ടെർമിനേറ്റർ കൂടുതൽ ചിന്തിക്കാൻ നിന്നില്ല. സാറാ കോണർ എന്ന പേരിലുള്ള എല്ലാവരെയും കണ്ടെത്തി ഓരോരുത്തരെയായി കൊന്നുകളയാൻ തുടങ്ങി. സാറാ കോണർ എന്നു പേരുള്ള സ്ത്രീകൾ ഓരോരുത്തരായി കൊല്ലപ്പെടുന്നത് അപ്പോഴേക്കും നഗരത്തിൽ വലിയ വാർത്തയാവുകയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. തന്റെ പേരിലുള്ള ആളുകളെ കണ്ടെത്തി കൊല്ലുന്ന ഒരു കൊലയാളി നഗരത്തിലുണ്ടെന്ന വാർത്ത സാറയെ അസ്വസ്ഥയാക്കി. അപ്പോഴേക്കും അവളെ കണ്ടെത്തുന്ന കൈൽ റീസ് അവൾ അറിയാതെ അവളെ പിന്തുടരാൻ തുടങ്ങി. രാത്രി ഒറ്റയ്ക്ക് നഗരത്തിൽ കറങ്ങാനിറങ്ങിയ സാറ തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന സംശയം തോന്നിയപ്പോൾ അടുത്തുള്ള ഒരു പബ്ബിൽ കയറി അവളുടെ റൂംമേറ്റിനെ വിളിക്കാൻ ശ്രമിച്ചു. അവൾ ഫോൺ എടുക്കാതായപ്പോൾ തന്നെ ആരോ പിന്തുടരുന്നുണ്ടെന്നും എത്രയും പെട്ടെന്ന് അടുത്തുള്ള പബ്ബിൽ എത്തണമെന്നും പറഞ്ഞ് സാറ ഒരു ഓഡിയോ മെസ്സേജ് അയച്ചു. സുഹൃത്തിനെ വിളിച്ചിട്ടും കിട്ടാതായതോടെ വല്ലാതെ ഭയന്നിരുന്ന സാറ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് താൻ അപകടത്തിലാണെന്ന് അറിയിച്ചു. സാറാ കോണർ എന്നു പേരുള്ള എല്ലാവരെയും ട്രാക്ക് ചെയ്യുകയായിരുന്ന പോലീസ് അവളുടെ പേര് കേട്ട ഉടനെ തന്നെ അവളോട് അവിടെ തന്നെ നിൽക്കാനും പോലീസ് ഉടൻ അവിടെ എത്തുമെന്നും പറഞ്ഞു. അതേസമയം സാറയെ തേടി അവളുടെ റൂമിലെത്തിയ ടെർമിനേറ്റർ അവളാണെന്ന് തെറ്റിദ്ധരിച്ച് അവളുടെ റൂംമേറ്റിനെയും കൂടെ ഉണ്ടായിരുന്ന കാമുകനെയും കൊന്നുകളഞ്ഞു. പക്ഷെ സാറ കൂട്ടുകാരിക്ക് അയച്ച ഓഡിയോ മെസ്സേജ് കേൾക്കാനിടയാകുന്ന ടെർമിനേറ്റർ സാറ എവിടെയാണെന്ന് മനസ്സിലാക്കുന്നു. അവിടെ നിന്നും കിട്ടിയ അവളുടെ ഒരു ഫോട്ടോയുമായി ടെർമിനേറ്റർ ആ പബ്ബ് ലക്ഷ്യമാക്കി നീങ്ങി. പബ്ബിലെത്തി അവളെ കണ്ടെത്തിയ ടെർമിനേറ്റർ അവളെ കൊല്ലാനായി തോക്ക് ചൂണ്ടി. എന്നാൽ സാറയെ പിന്തുടർന്നെത്തിയ കൈൽ റീസ് ടെർമിനേറ്റർ വെടിയുതിർക്കുന്നതിന് മുൻപ് അയാളെ വെടിവെച്ച് താഴെയിട്ടു. അവിടെ വെച്ച് അവർ തമ്മിൽ ഒരു വലിയ പോരാട്ടം നടന്നു. എത്ര വെടികൊണ്ടാലും ടെർമിനേറ്റർ മരിക്കില്ലെന്ന് അറിയാമായിരുന്ന കൈൽ റീസ് നിനക്ക് ജീവൻ വേണമെങ്കിൽ തന്നോടൊപ്പം വരാൻ സാറയോട് പറഞ്ഞു. അവിടെ നിന്നും കാറിൽ കയറി രക്ഷപ്പെടുന്ന അവരെ ഒരു പോലീസ് കാർ മോഷ്ടിച്ച് ടെർമിനേറ്റർ പിന്തുടർന്നു. ആ യാത്രയിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ ഭയന്നിരിക്കുന്ന സാറയോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ റീസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്കതൊന്നും വിശ്വസിക്കാൻ സാധിച്ചില്ല. ഒരു പാർക്കിംഗ് ലോട്ടിൽ കാറിനകത്ത് ഒളിച്ചിരുന്ന അവരെ വീണ്ടും കണ്ടെത്തുന്ന ടെർമിനേറ്ററിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അവരുടെ കാർ അപകടത്തിൽപ്പെടുകയും അവർ പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് റീസ് പറഞ്ഞ കഥകൾ കേട്ട പോലീസുകാർക്ക് അയാൾ ഒരു മാനസിക രോഗിയാണെന്നാണ് തോന്നിയത്. പക്ഷെ തൽക്കാലം അവർ സാറയെയും റീസിനെയും അവിടെ തന്നെ താമസിപ്പിക്കാൻ തീരുമാനിച്ചു. അതേസമയം റീസിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ടെർമിനേറ്റർ തന്റെ താവളത്തിലെത്തി സ്വയം റിപ്പയർ ചെയ്ത ശേഷം സാറയെ കൊന്ന് തന്റെ മിഷൻ പൂർത്തീകരിക്കാൻ വീണ്ടും തയ്യാറെടുത്തു. അന്ന് രാത്രി അവർ തങ്ങുന്ന പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് അവരെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടെ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെ എല്ലാവരെയും ടെർമിനേറ്റർ കൊന്നൊടുക്കി. പക്ഷെ ടെർമിനേറ്ററിന് സാറയുടെ അടുത്തെത്താൻ സാധിക്കും മുൻപേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഒരു കാറുമെടുത്ത് റീസ് അവളെയും കൊണ്ട് രക്ഷപ്പെട്ടു. വഴിയിൽ വെച്ച് ഇന്ധനം തീർന്നപ്പോൾ റീസും സാറയും ഒരു പാലത്തിന്റെ അടിയിൽ ഒളിച്ചിരുന്നു. ഭാവിയിൽ മനുഷ്യരും റോബോട്ടുകളുമായുള്ള യുദ്ധത്തെപ്പറ്റിയും ജോൺ കോണർ എന്ന അവളുടെ ജനിക്കാൻ പോകുന്ന മകനെ പറ്റിയും കൂടുതൽ കാര്യങ്ങൾ റീസ് അവിടെ വെച്ച് അവളുമായി പങ്കുവച്ചു. അന്ന് അവിടെ കിടന്നുറങ്ങിയ അവർ പിറ്റേ ദിവസം അടുത്തുള്ള ഒരു ഹോട്ടലിൽ റൂമെടുത്തു. റീസ് ഭക്ഷണം വാങ്ങാൻ പോയ സമയം സാറ തന്റെ അമ്മയെ വിളിച്ച് സംസാരിച്ചു. എന്നാൽ മറുവശത്തുണ്ടായിരുന്നത് അവളുടെ അമ്മയായിരുന്നില്ല. ഫോൺ എടുത്തതും അവളുടെ അമ്മയുടെ ശബ്ദത്തിൽ സംസാരിച്ചതുമെല്ലാം ടെർമിനേറ്റർ ആയിരുന്നു. അവൾ നിൽക്കുന്ന സ്ഥലം മനസ്സിലാക്കിയ അയാൾ ആ ഹോട്ടൽ ലക്ഷ്യമാക്കി നീങ്ങി. അപ്പോഴേക്കും സാറയും റീസും പ്രണയത്തിലായിരുന്നു. ടെർമിനേറ്റർ അവരെ തേടി ആ ഹോട്ടലിൽ എത്തിയപ്പോഴേക്കും അവർ രണ്ടുപേരും ഒരു കാറിൽ കയറി രക്ഷപ്പെട്ടു. ബൈക്കിൽ അവരെ പിന്തുടർന്ന ടെർമിനേറ്ററുമായി റോഡിൽ നടന്ന ഭീകര പോരാട്ടത്തിൽ 2 വണ്ടികളും കൂട്ടിയിടിച്ച് തകർന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച സാറയെയും റീസിനെയും അതുവഴി വന്ന പെട്രോൾ നിറച്ച ഒരു ടാങ്കർ തട്ടിയെടുത്ത് ടെർമിനേറ്റർ പിന്തുടർന്നു. സാറയെ ലക്ഷ്യമാക്കി പാഞ്ഞ ആ ടാങ്കർ റീസ് ബോംബ് വെച്ച് തകർത്തു. ഒരു ഭീകര സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച ആ ടാങ്കറിന്റെ തീയിൽ ടെർമിനേറ്റർ നശിച്ചു കാണുമെന്ന് വിചാരിച്ച സാറയെയും റീസിനെയും ഞെട്ടിച്ചുകൊണ്ട് മനുഷ്യമാംസം ഉരുകിപ്പോയ ടെർമിനേറ്റർ തന്റെ യഥാർത്ഥ രൂപത്തിൽ പുറത്തേക്ക് വന്നു. അടുത്തുള്ള ഒരു ഫാക്ടറിക്കുള്ളിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച റീസിനെയും സാറയെയും പിന്തുടർന്നെത്തിയ ടെർമിനേറ്റർ പിടികൂടി.
അവിടെ വെച്ച് തന്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന ഒരു ബോംബ് ഉപയോഗിച്ച് റീസ് ടെർമിനേറ്ററിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ആ സ്ഫോടനത്തിൽ ടെർമിനേറ്റർ ഭാഗികമായി നശിച്ചെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ റീസ് മരിച്ചു പോകുന്നു. സ്ഫോടനത്തിൽ കാലുകൾ തകർന്നു പോയെങ്കിലും തന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വീണ്ടും സാറയുടെ നേരെ ചെന്ന ടെർമിനേറ്ററെ ഫാക്ടറിയിലെ ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ച് നശിപ്പിക്കുന്ന സാറ പോലീസ് എത്തുന്നതിന് മുൻപ് അവിടെ നിന്നും രക്ഷപ്പെട്ടു. എല്ലാം കെട്ടടങ്ങിയ ശേഷം അവിടെ നിന്നെല്ലാം മാറി മെക്സിക്കൻ ബോർഡറിൽ അധികം മനുഷ്യവാസമില്ലാത്ത സ്ഥലത്ത് അവൾ ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. അപ്പോഴേക്കും റീസിൽ നിന്നും ഗർഭിണിയായിരുന്ന അവൾ ജനിക്കാൻ പോകുന്ന ജോൺ കോണർ എന്ന തന്റെ മകനെ ഭാവിയിലെ മനുഷ്യരുടെ രക്ഷകനായി വളർത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഭാവിയെക്കുറിച്ചുള്ള സാറയുടെ ഭയം കൂടി വന്നു. ഭാവിയിൽ ഒരു AI കമ്പ്യൂട്ടർ മനുഷ്യരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന അവളുടെ ഭയവും മുന്നറിയിപ്പും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ടത്തരമായിരുന്നു. ജോൺ കോണർ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഭാവിയിൽ നിന്നും വന്ന അവന്റെ അച്ഛനെക്കുറിച്ചും മനുഷ്യരാശി ഭാവിയിൽ നേരിടാൻ പോകുന്ന ഒരു വലിയ വിപത്തിൽ നിന്നും നീയാണ് ലോകം രക്ഷിക്കാൻ പോകുന്നതെന്നും മകനെ പറഞ്ഞു പഠിപ്പിക്കുന്ന സാറയെ ഒരു ഭ്രാന്തിയായാണ് ജനം കണ്ടത്. ഒരിക്കൽ തന്നെ വേട്ടയാടിയ ആ ഭയത്തിന്റെ ഉന്മാദത്തിൽ അവൾ ഒരു കമ്പ്യൂട്ടർ ഫാക്ടറി തീവെച്ച് നശിപ്പിച്ചു. അതോടെ അവളുടെ കയ്യിൽ മകനായ ജോൺ കോണർ സുരക്ഷിതനാവില്ല എന്ന് മനസ്സിലാക്കിയ പോലീസ് സാറയെ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ അടയ്ക്കുകയും മകനെ മറ്റൊരു ദമ്പതികൾക്ക് വളർത്താൻ നൽകുകയും ചെയ്തു. അതേസമയം ജോൺ കോണറിന്റെ ജനനം തടയാനുള്ള തന്റെ ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടെങ്കിലും തോൽവി സമ്മതിക്കാൻ സ്കൈനെറ്റ് തയ്യാറായില്ല. കൗമാരത്തിൽ എത്തി നിൽക്കുന്ന ജോണിനെ കൊല്ലാൻ സ്കൈനെറ്റ് മനുഷ്യർ നശിപ്പിച്ച ടൈം മെഷീൻ പുനർനിർമ്മിച്ച് മറ്റൊരു ടെർമിനേറ്ററെ ഭൂതകാലത്തിലേക്ക്, അതായത് 1995 അയക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഇത്തവണ കൂടുതൽ ശക്തനായിരുന്നു സ്കൈനെറ്റിന്റെ പുതിയ ടെർമിനേറ്റർ. T-1000 എന്ന ഈ മോഡൽ പഴയ T-800 എന്ന മോഡലിനെ അപേക്ഷിച്ച് മികച്ചതും അതിജീവന ശേഷി കൂടുതലുള്ളതുമായിരുന്നു. അതായത് നാനോ ടെക്നോളജി ഉപയോഗിച്ച് മൈക്രോ സൈസിലുള്ള മെഷീനുകൾ അഡ്വാൻസ്ഡ് പോളി എലോയ് എന്ന ദ്രാവക രൂപത്തിലുള്ള മെറ്റലാക്കി മാറ്റും. ഈ മെറ്റലിന് ആവശ്യമനുസരിച്ച് അത് സ്പർശിക്കുന്ന എന്തിന്റെയും രൂപത്തിലേക്ക് മാറാനും കേടുപാടുകൾ സംഭവിക്കുകയോ പൊട്ടിച്ചെതറുകയോ ചെയ്താൽ സ്വയം റിപ്പയർ ചെയ്ത് ഒന്നിച്ചു ചേരാനും സാധിക്കും. T-800 പോലെ പ്രോസസിംഗ് ചിപ്പ് ഉപയോഗിച്ചായിരുന്നില്ല ഇതിന്റെ പ്രവർത്തനം. ശരീരം മുഴുവനായും പ്രോഗ്രാം ചെയ്ത ലിക്വിഡ് ഇന്റലിജൻസ് എന്ന സാങ്കേതിക വിദ്യയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ എളുപ്പം നശിപ്പിക്കാൻ സാധിക്കില്ല. സ്കൈനെറ്റിന്റെ ഈ പുതിയ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അപ്പോഴേക്കും ജോൺ കോണർ മനസ്സിലാക്കിയിരുന്നു. T-1000 പോലെ ശക്തനായ ഒരു ടെർമിനേറ്ററെ നേരിടാൻ ഒരു സാധാരണ മനുഷ്യന് കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ജോൺ ഇത്തവണ മറ്റൊരു ബുദ്ധി പ്രയോഗിച്ചു. സ്കൈനെറ്റുമായുള്ള യുദ്ധത്തിനിടെ ഒരു T-800 മോഡൽ ടെർമിനേറ്ററെ മനുഷ്യർ പിടിച്ചെടുത്തിരുന്നു. ജോൺ കോണറിന്റെ സൈന്യത്തിലെ വിദഗ്ധരായ എഞ്ചിനീയർമാർ അതിനെ തങ്ങൾക്ക് ഉപകരിക്കുന്ന വിധത്തിൽ റീപ്രോഗ്രാം ചെയ്യാൻ തീരുമാനിച്ചു. സ്കൈനെറ്റ് നിർമ്മിക്കുന്ന എല്ലാ ടെർമിനേറ്ററുകൾക്കും മനുഷ്യരെ കണ്ടെത്തി നശിപ്പിക്കുക എന്ന നിർദ്ദേശം അടങ്ങിയ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. തങ്ങൾ പിടിച്ചെടുത്ത T-800 ചിപ്പിൽ നിന്നും ആ പ്രോഗ്രാം മാറ്റി അതിൽ ജോണിനെയും അമ്മയെയും സംരക്ഷിക്കാനുള്ള നിർദ്ദേശം അടങ്ങിയ പുതിയ പ്രോഗ്രാമുകൾ അവർ എഴുതി ചേർത്തു. അങ്ങനെ ഒരേ സമയം സ്കൈനെറ്റിന്റെ T-1000ഉം ജോണിന്റെ T-800ഉം 1995 മറ്റുള്ളവർ തന്നെ തിരിച്ചറിയാതിരിക്കാൻ ഒരു പോലീസുകാരനെ ആക്രമിച്ച് അയാളുടെ ഐഡന്റിറ്റി മോഷ്ടിച്ച T-1000 ആ പോലീസ് ഓഫീസറുടെ രൂപത്തിലായിരുന്നു നടന്നിരുന്നത്. അപ്പോഴേക്കും 11 വയസ്സുണ്ടായിരുന്ന ജോൺ കോണർ ലോസ് ആഞ്ചലസിലെ തെരുവുകളിൽ ചില്ലറ കുസൃതികളുമായി അലിഞ്ഞു തിരിയുന്ന ഒരു സാധാരണ പയ്യനായിരുന്നു. കമ്പ്യൂട്ടറുകളും ടെക്നോളജിയും ഒരുപാട് ഇഷ്ടമായിരുന്ന അവൻ വീഡിയോ ഗെയിമുകൾ കളിക്കാനും കമ്പ്യൂട്ടർ ഹാക്കിംഗ് പഠിക്കാനുമായിരുന്നു മുഴുവൻ സമയം ചെലവഴിച്ചത്. സാറ മെന്റൽ ഹോസ്പിറ്റലിൽ ആകുന്നതിന് മുൻപ് ഭാവിയിലെ പ്രശ്നങ്ങൾ മുൻനിർത്തി അവന് നല്ല രീതിയിൽ കമ്പ്യൂട്ടറുകളെ കുറിച്ചും ടെക്നോളജിയുടെ ഉപയോഗത്തെക്കുറിച്ചും പരിശീലനം നൽകിയിരുന്നു. കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളുടെ രഹസ്യ കോഡുകൾ ഭേദിക്കാനും എളുപ്പത്തിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാനും അറിയാമായിരുന്ന അവൻ ATM മെഷീനുകൾ ഹാക്ക് ചെയ്ത് പണം എടുക്കുന്നതടക്കമുള്ള ചെറിയ തട്ടിപ്പുകൾ നടത്തിയിരുന്നു. സാറ പറഞ്ഞുകൊടുത്ത കഥകളിൽ നിന്നും ഭാവിയിൽ നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ മനുഷ്യരെ നയിക്കാൻ പോകുന്നവനാണ് താനെന്നറിയാമായിരുന്നെങ്കിലും അവൻ അതൊന്നും ആരോടും പറഞ്ഞില്ല. തന്റെ അമ്മയുടെ അവസ്ഥ തനിക്കും ഉണ്ടായാലോ എന്ന ഭയം കാരണം അവൻ അതെല്ലാം മനഃപൂർവ്വം മറന്ന് മറ്റു കുട്ടികളെ പോലെ ജീവിക്കാൻ ആരംഭിച്ചു. അപ്പോഴേക്കും ജോണിനെ വളർത്തുന്ന ദമ്പതിമാരെ കണ്ടെത്തി അവനെക്കുറിച്ച് അന്വേഷിക്കുന്ന T-1000 അവരുടെ കയ്യിൽ നിന്നും അവന്റെ ഒരു ഫോട്ടോ സംഘടിപ്പിച്ച് അവനെ തേടിയിറങ്ങി. അതേസമയം അവനെതിരെ വരുന്ന ആക്രമണങ്ങൾ തടയാൻ T-800 ജോണിനെ അവൻ അറിയാതെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഒരു ദിവസം തന്റെ കൂട്ടുകാരനൊപ്പം ഒരു ഗെയിം സെന്ററിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ജോണിനെ കൊല്ലാൻ ശ്രമിക്കുന്ന T-1000മായി അവിടെ എത്തിയ T-800 ഏറ്റുമുട്ടി. തന്റെ വെടിയുണ്ടകൾക്കൊന്നും അയാളെ നശിപ്പിക്കാൻ സാധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ T-800 ജോണിനെയും കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു. എന്നാൽ റോഡിൽ വെച്ച് ഒരു ട്രക്കുമായി അവരെ വീണ്ടും ആക്രമിച്ച അയാളിൽ നിന്നും ആ ട്രക്ക് നശിപ്പിച്ച് അവർ രക്ഷപ്പെട്ടെങ്കിലും കത്തിയമർന്ന ആ ട്രക്കിനുള്ളിൽ നിന്നും അയാൾ സ്വയം റിപ്പയർ ചെയ്ത് പുറത്തു വന്നു.
അതിനുശേഷം T-800 സംസാരിക്കുന്ന ജോൺ തന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നു എന്ന് തിരിച്ചറിയുന്നു. സൈബോർഗ് എന്താണെന്നും അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുമൊക്കെ അവൻ കൗതുകത്തോടെയും ഭയത്തോടെയും മനസ്സിലാക്കി. ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് തിരിച്ചറിയുന്നവർ എത്രയും പെട്ടെന്ന് സിറ്റി വിട്ടുപോകാൻ തീരുമാനിച്ചു. പോകുന്ന വഴിയിൽ ഒരു ടെലിഫോൺ ബൂത്തിൽ കയറി തന്റെ വളർത്തമ്മയെ വിളിച്ച ജോൺ താൻ സുരക്ഷിതനാണെന്നും ഇന്ന് വീട്ടിലേക്ക് വരില്ലെന്നും അറിയിച്ചു. എന്നാൽ പതിവില്ലാതെ വളർത്തമ്മയുടെ സംസാരം വളരെ സ്നേഹത്തോടെയായിരുന്നു. അതിൽ സംശയം തോന്നിയ അവൻ ആ കാര്യം T-800 പറഞ്ഞു. അപകടം മണത്ത T-800 ജോണിനോട് വീട്ടിലെ നായയുടെ പേര് ചോദിച്ചു. നായയുടെ പേര് മാക്സ് ആണെന്ന് ജോൺ പറഞ്ഞപ്പോൾ T-800 ജോണിന്റെ ശബ്ദത്തിൽ അമ്മയോട് നായയുടെ പേര് മാറ്റി വോൾഫ് വല്ലാതെ കുരയ്ക്കുന്നുണ്ടല്ലോ, അവൻ എന്തു പറ്റിയെന്ന് ചോദിച്ചു. വോൾഫ് ഓക്കെ ആണെന്നും നീ എവിടെയാണെന്നുമുള്ള മറുപടിയിൽ നിന്നും അവന്റെ വളർത്തമ്മയെ കൊന്ന് അവരുടെ രൂപത്തിലും ശബ്ദത്തിലും സംസാരിക്കുന്നത് T-1000 ആണെന്ന് മനസ്സിലാക്കിയ T-800 ജോണിനെയും കൊണ്ട് അവിടെ നിന്നും യാത്ര തിരിച്ചു. ആ യാത്രക്കിടയിൽ തന്റെ കമാൻഡ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒന്നാണ് T-800 എന്ന് മനസ്സിലാക്കിയ ജോൺ തന്റെ അമ്മയെ ഹോസ്പിറ്റലിൽ നിന്നും രക്ഷിക്കാൻ പ്ലാനിട്ടു. അപ്പോഴേക്കും ജോണിലെത്താൻ എന്തെങ്കിലും സൂചന ലഭിക്കാനായി അവന്റെ റൂം അരിച്ചു പെറുക്കുന്ന T-1000 സാറ അവനയച്ച കത്തുകൾ കണ്ടെത്തുകയും അതിൽ നിന്നും അവൾ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ആ ഹോസ്പിറ്റലിൽ എത്തുന്ന T-1000 അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിനെ കൊന്ന് അയാളുടെ രൂപത്തിലേക്ക് മാറി സാറയെ അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷെ ഇതിനിടെ തന്നെ കാണാൻ വന്ന പോലീസുകാരുടെ കയ്യിൽ നിന്നും മോഷ്ടിച്ച ഒരു ക്ലിപ്പ് ഉപയോഗിച്ച് തന്റെ സെൽ തുറക്കുന്ന സാറ ഗാർഡുകളെ ആക്രമിച്ച് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. രക്ഷപ്പെട്ടോടുന്ന അവൾ എത്തുന്നത് അവളെ രക്ഷിക്കാൻ വന്ന T-800ന്റെയും ജോണിന്റെയും അടുത്താണ്. അപ്പോഴേക്കും അവരെ തേടി അവിടെ എത്തിയ T-1000ന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട അവർ മെക്സിക്കൻ ബോർഡറിൽ താമസിക്കുന്ന സാറയുടെ സുഹൃത്തായ എൻട്രിക്കയുടെ അടുത്തേക്ക് പോകുന്നു. ആ യാത്രക്കിടയിൽ T-800ൽ നിന്നും സൈബർഡൈൻ എന്ന കമ്പനി എപ്പോഴാണ് സ്കൈനെറ്റിനെ ഉണ്ടാക്കാൻ പോകുന്നതെന്നും അതിന്റെ പിന്നിലുള്ള ടൈസൺ എന്ന വ്യക്തിയെക്കുറിച്ചും അറിയുന്ന സാറ ടൈസനെ ഇല്ലാതാക്കിയാൽ സ്കൈനെറ്റ് എന്ന AI പ്രോഗ്രാം ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കുന്നു. അതിനായി എൻട്രിക്കയുടെ കയ്യിൽ നിന്നും ആയുധങ്ങളും ഒരു ട്രക്കും സംഘടിപ്പിച്ച സാറ ഒറ്റയ്ക്ക് ടൈസനെ കണ്ടെത്തി കൊല്ലാനായി പുറപ്പെട്ടു. ടൈസന്റെ വീട്ടിലെത്തി അയാളെ കൊല്ലാൻ ശ്രമിച്ച സാറയെ പിന്തുടർന്നെത്തിയ T-800ഉം ജോണും ചേർന്ന് തടഞ്ഞു. ടൈസൺ ഈ പ്രൊജക്ട് പൂർത്തിയാക്കി സ്കൈനെറ്റ് എന്ന സൂപ്പർ AI കമ്പ്യൂട്ടർ ഉണ്ടാക്കിയാൽ ഭാവിയിൽ കോടിക്കണക്കിന് മനുഷ്യരുടെ മരണത്തിന് അത് കാരണമാകുന്നത് എങ്ങനെയാണെന്ന് T-800 അയാളെ പറഞ്ഞു മനസ്സിലാക്കി. ആ പ്രൊജക്ട് നിർത്താമെന്ന് അവർക്ക് വാക്കുകൊടുക്കുന്ന ടൈസൺ ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് തന്റെ കയ്യിലുള്ള എല്ലാ ഡാറ്റകളും നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ അതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും സ്കൈനെറ്റിനെ പോലെ ഇന്റലിജന്റ് ആയ ഒരു കമ്പ്യൂട്ടറിനെ വീണ്ടും നിർമ്മിക്കാനുള്ള ടെക്നോളജി സൈബർഡൈനിന്റെ കയ്യിലുണ്ടെന്നും അയാൾ പറഞ്ഞു. സാറയെ ഇല്ലാതാക്കാൻ ആദ്യം എത്തിയ ടെർമിനേറ്ററുടെ ചിപ്പ് സൈബർഡൈൻ കമ്പനിയുടെ ഒഫീഷ്യൽസ് കൈക്കലാക്കിയിരുന്നു. ആ ചിപ്പിലെ ഡാറ്റയും ടെക്നോളജിയും റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്താണ് അവർ സ്കൈനെറ്റിനെ നിർമ്മിക്കാൻ ശ്രമിക്കുന്നത്. ഈ പ്രൊജക്ട് പൂർണ്ണമായും തടയണമെങ്കിൽ സൈബർഡൈനിന്റെ ലാബിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ചിപ്പും അതിന്റെ ബാക്കി ഭാഗങ്ങളും കൂടെ നശിപ്പിക്കണമെന്നും അയാൾ പറഞ്ഞു. അതിനായി അന്ന് രാത്രി തന്നെ സൈബർഡനിൽ എത്തുന്ന അവർ അയാളുടെ സഹായത്തോടെ ആ ചിപ്പ് കൈക്കലാക്കിയ ശേഷം സൈബർഡനിന്റെ മെയിൻ ലാബിൽ ബോംബ് വെച്ചു. അപ്പോഴേക്കും സെക്യൂരിറ്റി അലാംസ് ബ്രേക്കായി അവിടെ എത്തിയ ഒരു ബറ്റാലിയൻ പോലീസിനെ T-800 തന്റെ മെഷീൻ ഗൺ ഉപയോഗിച്ച് തടഞ്ഞു നിർത്തി. കൂടുതൽ പോലീസുകാർ എത്തുകയും അവർ അകത്ത് കയറുകയും ചെയ്തതോടെ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ബേസ്മെന്റ് വഴി പുറത്തെത്തിയ സാറയും ജോണും ഒരു വാനിൽ കയറി രക്ഷപ്പെട്ടു. പോലീസിന്റെ വെടിയേറ്റ ടൈസന്റെ കയ്യിലുണ്ടായിരുന്ന ബോംബിന്റെ റിമോട്ട് നിലത്ത് വീണതോടെ സൈബർഡൻ എന്ന കമ്പനിയുടെ ലാബും ആ കൂറ്റൻ കെട്ടിടവും കത്തിച്ചാമ്പലായി. അപ്പോഴേക്കും അവിടെ എത്തി പോലീസിന്റെ ഹെലികോപ്റ്റർ തട്ടിയെടുത്ത് അവരെ പിന്തുടർന്ന T-1000ഉം സാറയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ സാറയ്ക്ക് വെടിയേൽക്കുന്നു. വാൻ ഓടിച്ചിരുന്ന T-800 ഹെലികോപ്റ്ററിനെ ഇടിച്ച് നശിപ്പിച്ചെങ്കിലും ആ ഇടിയുടെ ആഘാതത്തിൽ അവരുടെ വാൻ നിയന്ത്രണം വിട്ടു മറഞ്ഞു. അതുവഴി വന്ന ഒരാളുടെ കാർ തട്ടിയെടുത്ത് യാത്ര തുടർന്ന അവരെ മറ്റൊരു ട്രക്കുമായി T-1000 പിന്തുടർന്നു. റോഡിൽ വെച്ച് വീണ്ടും ഏറ്റുമുട്ടിയ ആ രണ്ട് വണ്ടികളും ഒരു സ്റ്റീൽ ഫാക്ടറിയുടെ ഉള്ളിലേക്ക് ഇടിച്ചു കയറി. T-1000ന്റെ ട്രക്കിൽ ഉണ്ടായിരുന്നത് ലിക്വിഡ് നൈട്രജൻ എന്ന വാതകമായിരുന്നു. -200 തണുപ്പുള്ള ആ വാതകം ട്രക്കിന്റെ ടാങ്ക് പൊട്ടി T-1000ന്റെ ശരീരത്തിലേക്ക് പതിച്ചതോടെ അവൻ ഐസ് കട്ടകൾ പോലെ പൊടിഞ്ഞു വീഴാൻ തുടങ്ങി. പക്ഷേ സ്റ്റീൽ ഫാക്ടറിയിൽ തിളച്ചു മറിയുന്ന സ്റ്റീലിന്റെ ചൂട് കാരണം വീണ്ടും ദ്രാവക രൂപത്തിലായി കൂടിച്ചേർന്ന് മനുഷ്യരൂപം കൊണ്ട അവൻ അവർക്ക് നേരെ പാഞ്ഞെടുത്തു. ഇത് കണ്ട T-800 സാറയോട് ജോണിനെയും കൂട്ടി എത്രയും പെട്ടെന്ന് അവിടെ നിന്നും പോകാൻ പറഞ്ഞു. അതിനുശേഷം ആ രണ്ട് ടെർമിനേറ്ററുകളും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടി. ഒരു വലിയ പോരാട്ടത്തിനൊടുവിൽ T-800 T-1000നെ തിളച്ചു മറിയുന്ന സ്റ്റീൽ ലാവയിലേക്ക് തള്ളിയിട്ടതോടെ ദ്രാവക രൂപത്തിലുണ്ടായിരുന്ന മൈക്രോ മെഷീൻസ് ഉരുകി T-1000 എന്നേക്കുമായി ഇല്ലാതായി. അതിനുശേഷം സൈബർഡനിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ചിപ്പും ബാക്കി ഭാഗങ്ങളും അവർ നശിപ്പിച്ചു കളഞ്ഞു. താനും കൂടി ഇല്ലാതായാലേ ഇത് പൂർണ്ണമാവുകയുള്ളൂ എന്നും അല്ലെങ്കിൽ തന്റെ ചിപ്പ് ഉപയോഗിച്ച് മനുഷ്യർ ഇത്തരം അപകടം ഇനിയും വിളിച്ചു വരുത്തുമെന്നും പറഞ്ഞ് T-800ഉം സ്വയം ആ ലാവയിലേക്ക് ഇറങ്ങി ഇല്ലാതാവുന്നു.
അതോടെ ഭാവിയിൽ നടക്കാനിരിക്കുന്ന ആ യുദ്ധവും സ്കൈനെറ്റ് എന്ന കമ്പ്യൂട്ടറിന്റെ കണ്ടുപിടുത്തവും സാറയും മകനും തടഞ്ഞു. യഥാർത്ഥത്തിൽ ഭാവിയിൽ നിന്നും തന്റെ അച്ഛനെ തന്നെ ആയിരുന്നു തന്നെ രക്ഷിക്കാൻ ജോൺ കോണർ ഭൂതകാലത്തിലേക്ക് അയച്ചത്. അതായത് കൈൽ റീസ് ഭൂതകാലത്തിലേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ ജോൺ ജനിക്കില്ലായിരുന്നു എന്നർത്ഥം. അതുപോലെ ജോണിനെ ഇല്ലാതാക്കാൻ സ്കൈനെറ്റ് ആദ്യം അയച്ച ടെർമിനേറ്ററിന്റെ ഭാഗങ്ങളിൽ നിന്നാണ് മനുഷ്യർ സ്കൈനെറ്റിനെ നിർമ്മിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഭാവിയിൽ നിന്നും സ്കൈനെറ്റ് തന്നെയാണ് സ്കൈനെറ്റിനെ ഉണ്ടാക്കാനുള്ള ടെക്നോളജി മനുഷ്യർക്ക് നൽകുന്നത്. അപ്പോൾ ഭാവിയും ഭൂതവും വർത്തമാനവും ഒരേ സമയം സംഭവിക്കുന്നുണ്ടെന്ന പ്രീ ഡെസ്റ്റിനേഷൻ പാരഡോക്സ് എന്ന ലൂപ്പാണ് ഇവിടെ സംഭവിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം നടക്കാൻ വേണ്ടി ഭൂതകാലത്ത് ചിലത് സംഭവിക്കുന്നു. ഇതൊരു ലൂപ്പ് പോലെയാണ്. തുടക്കവുമില്ല, ഒടുക്കവുമില്ല. എല്ലാം നേരത്തെ തീരുമാനിക്കപ്പെട്ടതുപോലെ നടന്നുകൊണ്ടേയിരിക്കും. ഈ കഥയിലെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളും ഭീഷണിയും നമ്മൾ അറിയാതെ നമ്മളോടൊപ്പം ഇന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? AI എന്ന ഓമനപ്പേരിൽ നമ്മൾ വിളിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വളർച്ച ഓരോ ദിവസവും ഭയപ്പെടുത്തുന്ന വേഗതയിലാണ് നടക്കുന്നത്. നമ്മൾ സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഫീഡുകളിൽ വരുന്നത് മുതൽ നമ്മൾ മനസ്സിൽ വിചാരിച്ചതുവരെ നമുക്ക് സജഷൻ തരുന്ന ആപ്പുകളും ഫോണുകളും നമ്മളെ ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. ഈ കാലഘട്ടത്തിൽ ഇതൊന്നുമില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ അറിഞ്ഞും പഠിച്ചും ഉപയോഗിക്കേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നാളെ നമ്മളും ഒരു യുദ്ധത്തിന് തയ്യാറാവേണ്ടി വരും.